ശാന്തി. ഓം ശാന്താനി പൂർവരൂപാണി ശാന്തന്നോ അസ്തു കൃതാകൃതം ശാന്തം ബോധം ച ഭവ്യം ച സർവമേവ ശമസ്തുനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇത്രയും ത്യാഗികളും തപസ്വികളും സേവാധാരികളുടെയും ആത്മാർത്ഥമായ പരിശ്രമം ഇതെല്ലാം ചേർന്ന് അവശ്യം മംഗളകരമായ ഒരു റിസൾട്ട് ഉണ്ടാക്കും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന മഹത് സന്ദേശം തന്റെ ജീവിതത്തിലൂടെ ഭാരതത്തിന് മാത്രമല്ല വിശ്വത്തിന് മുഴുവൻ നൽകിയ ഗുരുദേവൻ വിവേകാനന്ദ സ്വാമിയെ പോലെ നമ്മുടെ നാടിന്, ഭാരതത്തിന്, ഓരോ ഭാരതീയർക്കും അഭിമാനമാണ്. നമ്മൾ അദ്ദേഹത്തെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ തീർച്ചയായും അധർമ്മം നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടം ധർമ്മത്തിന് അവശ്യം വഴിമാറി കൊടുക്കുക തന്നെ ചെയ്യും. ഒരു ജാതീയർത്ഥം നമ്മളെല്ലാവരും ഈ ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ചൈതന്യമായ ആത്മാക്കളാണ്. ആത്മാവാകുന്ന ഊർജമാണ് ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ഒരു മതം അർത്ഥം നമ്മളെല്ലാ ആത്മാക്കളുടെയും എല്ലാ ആത്മീയ ഊർജത്തിന്റെയും സ്പിരിച്വൽ എനർജിയുടെയും സ്വധർമ്മം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മതം പീസ് അഥവാ ശാന്തിയാണ്. പീസ് ഈസ് അവർ റിലീജിയൻ. ആ അവബോധത്തിലാണ് ഗുരുദേവൻ ആ സന്ദേശം നൽകിയത്. കാരണം അദ്ദേഹത്തിന് അവബോധം ഉണ്ടായിരുന്നു, ഞാൻ ആത്മചേതനയാണ്. നാരായണ ഗുരു അല്ലെങ്കിൽ ഗുരുദേവൻ എന്നുള്ളത് കേവലം ആ ശരീരവുമായി ബന്ധപ്പെട്ട പാർട്ടിന്റെ റോളിന്റെ ഭാഗം മാത്രമാണ്. മൂന്നാമത് അദ്ദേഹം നൽകിയ ഉദ്ബോധനം ഒരു ദൈവം മനുഷ്യന്, ഒരു ദൈവം അർത്ഥം നമ്മളെല്ലാ ആത്മാക്കൾക്കും ശരീരം പല കാറുകൾ, പല മോഡൽ കാറുകളാകാം. പല ശരീരം കൊണ്ട് നമ്മൾ പല ജാതി, മത, ഉപവിഭാഗങ്ങളിലെ പെട്ടവരാകാം. പക്ഷെ ഈ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ഊർജം അല്ലെങ്കിൽ ആത്മാവ് സർവാത്മാക്കൾക്കും പിന്നെ കണക്ഷൻ അഥവാ ബന്ധുത്വം ആ പരംപിത പരമാത്മാവിനോടൊപ്പമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ ക്ഷേത്രങ്ങളിലും ശിവജ്യോതിർലിംഗം പ്രതിഷ്ഠിച്ചത്. ശിവലിംഗം, ശിവന്റെ ആകൃതി, അതായത് ശിവനർത്ഥം ജ്യോതി സ്വരൂപം. ആ ജ്യോതിയെ, ഒരു പ്രകാശത്തെ പൂജിക്കാൻ പറ്റില്ല, ആ പ്രകാശത്തെ പൂജിക്കാനാണ് ലിംഗരൂപത്തിൽ തയ്യാറാക്കിയത്. അതുകൊണ്ട് ഇന്ന് ഈ യാത്ര ആരംഭിക്കുന്ന ഈ സമയം എല്ലാ പദയാത്രികളുടെ ഉള്ളിലും ഈ ഒരു സങ്കല്പത്തില് നമ്മളെല്ലാവരും ആത്മാക്കളാണ്, ആ പരമാത്മാ പിതാവിന്റെ സന്താനങ്ങളാണ്. നമ്മളെല്ലാവരും, നമ്മുടെ എല്ലാവരുടെയും സ്വധർമ്മം ശാന്തിയാണ്. ഈ സന്ദേശം എല്ലായിടും എത്തട്ടെ. ഗുരുദേവന്റെ ഈ സന്ദേശം ഇന്നത്തെ ഈ കാലഘട്ടത്തിന് ഏറ്റവും ഉപകാരപ്രദമാകും. അത് നാടിന്റെ, വിശ്വത്തിന്റെ നന്മയ്ക്ക് തീർച്ചയായിട്ടും കാരണമായിട്ടുമാണ്. ശ്രീനാരായണ ഗുരു മലയാളിയെ മനുഷ്യനാക്കിയ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നവോത്ഥാനത്തിന്റെ പ്രകാശ സ്രോതസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തയിലെ വെളിച്ചവും വിപ്ലവവുമാണ് കേരളത്തെ ആധുനിക കേരളമാക്കി, പരിഷ്കൃത സമൂഹമാക്കി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹാന്മാർ, ഗാന്ധിജിയെ പോലുള്ള മഹാന്മാർ എപ്പോഴും ഉണ്ടാവുന്നവരല്ല. അവര് ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് മാത്രം ഉണ്ടാവുന്ന, സൃഷ്ടിക്കപ്പെടുന്ന ആളുകളാണ്. ഇന്ന് അതുപോലുള്ള മഹാന്മാർ ധാരാളം ഉണ്ടാവുന്ന ഒരു കാലമല്ല. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹാന്മാരുടെ ചിന്തയിലേക്ക്, അവരുടെ കർമ്മത്തിലേക്ക്, അവരുടെ മാതൃകകളിലേക്ക് തിരിഞ്ഞു നോക്കാനും അതിൽ നിന്ന് ഇന്നാവശ്യമുള്ള എല്ലാം സ്വീകരിക്കാനുമുള്ള സന്ദർഭമാണിത്. അവനവൻ ആത്മസുഖത്തിനാദരിക്കുന്നവ അവരുടെ സുഖത്തിനായി ഭവിക്കണം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന ഈ പദയാത്രികർ ഒരുപക്ഷെ അവരവരുടെ ആത്മസുഖത്തിനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആത്മസംതൃപ്തിക്കായിട്ടായിരിക്കാം ഈ ദൗത്യവുമായിട്ട് പദയാത്രയായി ദീർഘദൂരം നടന്നു സഞ്ചരിക്കുന്നത്. എന്നാൽ അവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ള, ആത്മീയമായ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഈ പദയാത്ര അവരുടെ സുഖത്തിനായി ഭവിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നീണ്ട 8 പതിറ്റാണ്ട് മുമ്പ് ശിവഗിരി തീർത്ഥയാത്രക്ക് തുടക്കം കുറിക്കുമ്പോൾ അതിന്റെ 80ാം വാർഷികാഘോഷങ്ങൾ നമ്മുടെ പാലക്കാടിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതിൽ ഞാനും നിങ്ങളുമെല്ലാം അതീവമായി സന്തുഷ്ടരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വേദി ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇവിടെ MP സൂചിപ്പിച്ചതുപോലെ തന്നെ
നമ്മുടെ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി ഇടണം എന്നുള്ള വാക്ക് നിങ്ങളോട് കൂടുതൽ വിശദീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ തോന്നുന്നില്ല. ഇവിടെ ഈ വേദിയിൽ ഇതിന്റെ സ്വാഗത സംഘ ഓഫീസിന്റെ ഉദ്ഘാടന വേളയിലും ഞാൻ പറഞ്ഞൊരു കാര്യം, ലോകത്ത് ഒട്ടേറെ വിപ്ലവകാരികൾ ഉണ്ടായിട്ടുണ്ട്, ലോകത്തൊട്ടേറെ സാംസ്കാരിക നായകന്മാരുണ്ടായിട്ടുണ്ട്, ലോകത്തൊട്ടേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച മഹാരഥന്മാരുടെ പട്ടിക നമ്മുടെ എല്ലാം ഓർമ്മക്കപ്പുറത്ത് നിന്ന് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ പോലും ഒരു കാര്യം ഞാനും നിങ്ങളും വ്യക്തമായി മനസ്സിലാക്കുന്നത്, നമുക്ക് ഗുരുദേവനുമിടയിൽ ഇടനിലക്കാരില്ലാതെ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയാവുന്ന, സാധാരണക്കാരന് വേണ്ടി മറ്റുള്ള ലോകത്ത് വിദ്യാഭ്യാസമുള്ള ഉയർന്ന തലങ്ങളിൽ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഏറ്റവും താഴെത്തട്ടിലുള്ളവന് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന, ലളിതമായി കാര്യങ്ങളെ സമൂഹത്തിന് മാറ്റങ്ങൾ വേണ്ട, ആ മാറ്റങ്ങൾക്ക് തിരികൊടുത്താനുള്ള പ്രചോദനത്തെ വളരെ ലളിതമായ ഭാഷയിലും ചിന്തയിലും പരിചയപ്പെടുത്തിയ, സമാനതകളില്ലാത്ത, താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഉയരങ്ങളിലാണ് ഗുരുദേവന്റെ സ്ഥാനം എന്നുള്ളത് നമുക്കറിയാം. ഈ തീർത്ഥയാത്ര അവിടെ ശിവഗിരിയിൽ ചെന്നെത്തുമ്പോഴും അതിനുശേഷം അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിക്കുക. ആ കാലഘട്ടത്തിൽ 80 വർഷം മുമ്പ് അല്ലെങ്കിൽ അതിനും പുറകിൽ നമ്മളോട് മാലിന്യത്തെ പറ്റി ശ്രദ്ധിക്കണമെന്ന് ഗുരുദേവൻ പറഞ്ഞു വെക്കുമ്പോൾ ദീർഘവീക്ഷണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. വിളപ്പിൽശാല പോലുള്ള പ്രശ്നങ്ങൾ, മാലിന്യ പ്രശ്നങ്ങൾ സമൂഹത്തെ ആകെ കാർന്നുനിന്നാൻ ഒരുക്കുമ്പോൾ എന്റെ വീട്ടിലെ മാലിന്യം ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി റോഡിലേക്കോ സ്വന്തം അപ്പുറത്തുള്ള വീട്ടിലേക്കോ എറിഞ്ഞാൽ എന്റെ വീട് വൃത്തിയായാൽ തന്റെ ഉത്തരവാദിത്തം അവസാനിച്ചു എന്ന് കരുതുന്ന എന്റെയും നിങ്ങളുടെയും മുന്നിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ മാലിന്യം ഒരു പ്രശ്നമായി നമ്മളെ ബാധിക്കാനിരിക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇന്ന് നാം നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരം ഗുരുദേവൻ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രസംഗങ്ങളിലും പ്രസംഗം കേൾക്കുമ്പോഴുമെല്ലാം ഗുരുദേവനോടുള്ള ആഭിമുഖ്യം നമുക്ക് വർദ്ധിപ്പിക്കുമെങ്കിലും പ്രവർത്തനങ്ങളിൽ നമുക്ക് അതെവിടെയും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിവിന് കൂടി ഈ വേദി, ഈ തീർത്ഥയാത്ര, ഈ സംഗമം നമുക്ക് ഉപകാരപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവനവന്റെ ഉത്തരവാദിത്തം അവനവന്റെ വിശ്വാസങ്ങളോടും അതല്ലെങ്കിൽ സ്വന്തം ജീവിതത്തോടും മാത്രമാണ് എന്നുള്ളതിൽ നിന്ന് കവിഞ്ഞ് സമൂഹത്തോടും ലോകത്തോടും മാനവരാശിയോടും ഉത്തരവാദിത്തമുള്ള പൗരനായി മാറാൻ ഈ തീർത്ഥയാത്രാ സംഗമം നമുക്ക് ഉപകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സംഗമം പാലക്കാട്ടേക്ക് കടന്നു വന്നതിലുള്ള ആദ്യമായി ഇവിടുന്ന് തുടങ്ങുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത ബഹുമാന്യനായ വിജയരാഘവേട്ടനെ ഞാൻ പ്രത്യേകം ഈ സദസ്സിന് വേണ്ടി അഭിവാദ്യം ചെയ്യാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ സുഖങ്ങൾക്കും ആത്മീയ സുഖങ്ങൾക്കും എല്ലാത്തിനും വേണ്ടി നാം ആചരിക്കുന്നവ നമ്മുടെ സമൂഹത്തിലെ ബാക്കിയുള്ള ആളുകളുടെ നന്മക്ക് കൂടിയാവട്ടെ എന്ന ലളിതമായ എന്നാൽ ഏറെ അർത്ഥതലങ്ങളുള്ള ചിന്തയിലേക്ക് നമ്മുടെ ജീവിതവും പ്രവർത്തനവും മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.